കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ സയൻസ് ക്വിസിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ടെറ്റനി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി കാക്ക. പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ് ക്യാരറ്റ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പ്. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിങ് ബേർഡ്. വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. ആന്റിപൈററ്റിക് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേര് പാരസെറ്റമോൾ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കെവ്ലാർ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയം. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. കരളിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹെപ്പറ്റോളജി. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? സാന്തോഫിൽ. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പദമാണ് കടന്നൽ. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചന്ദ്രയാനിലെ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ്? യുറാനസ്. സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഭൂമി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? ഓട്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീഥൈൽ ഐസോസയനേറ്റ്. ക്ലോറോ അസൈറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് കണ്ണീർ വാതകം. സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേരെന്ത്? ഉത്തല ലെൻസ് അഥവാ കോൺവെക്സ് ലെൻസ്. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ടെസ്ല. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന്റെ പേരെന്താണ്? കൊഹിഷൻ ബലം. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റിലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഫോമിക് ആസിഡ്. മിന്നാമിനുങ്ങിന്റെ വെളിച്ചം ഏത് രാസവസ്തുവിന്റെ സാന്നിധ്യം കൊണ്ടാണ്? ലൂസിഫറിൻ. ജിയോ എന്ന സസ്യത്തിന്റെ സവിശേഷത എന്താണ്? ജീവിക്കുന്ന ഫോസിൽ. പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭിഷഗ്വരൻ ആരാണ്? ജോനാസ് സാൽക്ക്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റിന്റെ വൈദ്യശാസ്ത്രപരമായ പേര് എന്താണ്? മയോപ്പിയ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ആൽബർട്ട് സാബിൻ. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനം. രാത്രികാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം.
സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 വൈറസ്. ഏറ്റവും വേഗം കൂടിയ സസ്തിനി ഏതാണ്? ചീറ്റ. ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി ഏത്? സ്ലോത്ത്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏത്? ഗോതമ്പ്. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൻ. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടിയെല്ല്. 4 കാലുകളുടെയും മുട്ടുകൾ ഒരേപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന. നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ എ. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. ജനിതകശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? DNA. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. ജീവകം K ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു. പച്ചിലക്കറികൾ. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏതാണ്? കാൽസ്യം. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രാസനിരപ്പ് കുറയുന്നു. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ. പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. റിക്ടർ സ്കെയിൽ അളക്കുന്നത് ഭൂകമ്പ തീവ്രത. ഏതവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? വൃക്ക. പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്ത്? ബ്യൂട്ടേൻ. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? കൽക്കരി. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ്? 0.03. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ്. പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം. പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ബേർഡ്. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ സൈലം. കൂടുതൽ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.